സീറോ മലങ്കര സഭയുടെ പ്രഥമ യൂറോപ്പ് UK കൺവെൻഷൻ റോമിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ അർപ്പിക്കപ്പെട്ട സാഘോഷ കുർബാനയോടെയാണ് ശനിയാഴ്ച വൈകുന്നേരം സമ്മേളനം ആരംഭിച്ചത്. സീറോ മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ കർദിനാൾമാർ ബസിലിയൂസ് ക്ലീമീസ് തിരുമേനിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ അർപ്പിക്കപ്പെട്ട പരിശുദ്ധ കുർബാനയിൽ സഭയിലെ മെത്രാപ്പോലിത്തമാരും മെത്രാന്മാരും സഹകാർമ്മികരായിരുന്നു. യൂറോപ്പിലെയും UK-യിലെയും വിവിധ സ്ഥലങ്ങളിൽ നിന്നെത്തിയ വൈദിക സന്യസ്ത അൽമായ പ്രതിനിധികളായ 300ഓളം പേരാണ് ഈ സംഗമത്തിൽ പങ്കെടുക്കുന്നത്. ശതാബ്ദി നിറവിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സീറോ മലങ്കര സഭയുടെ പ്രേക്ഷിത ദൗത്യത്തെക്കുറിച്ചാണ് കർദിനാൾ ക്ലീമീസ് ബാവ ദൈവജനത്തെ ഓർമ്മിപ്പിച്ചത്. പ്രവാസി ജീവിതത്തിന്റെ വെല്ലുവിളികൾക്കിടയിലും ക്രിസ്തുവിനോടും സഭയോടും സഭാ സമൂഹത്തോടും ചേർന്ന് നിന്നുകൊണ്ട് വിശ്വാസ സാക്ഷ്യം നൽകുവാൻ ദൈവജനത്തെ കർദിനാൾ ആഹ്വാനം ചെയ്തു. വത്തിക്കാനിലെ പരിശുദ്ധ കുർബാനയ്ക്ക് ശേഷം സീറോ മലങ്കര സഭയിലെ പ്രതിനിധികൾ ഒന്നുചേർന്ന് ഗ്രിഗോറിയോസ് ഏത്തിമോ ദേവാലയത്തിലേക്ക് തീർത്ഥാടനമായി നടന്നു നീങ്ങി. കർദിനാൾ ക്ലീമീസ് നൽകപ്പെട്ടിരിക്കുന്ന ഈ ദേവാലയത്തിലായിരുന്നു സമ്മേളനത്തിന്റെ ഔദ്യോഗിക സ്വീകരണം ഒരുക്കിയിരുന്നത്. സുറിയാനി ഭാഷയിലുള്ള ദൈവിക സംഗീത വിരുന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ സീറോ മലങ്കര സഭാംഗങ്ങളുടെ കലാവിരുന്നും ശനിയാഴ്ച വൈകുന്നേരം സമ്മേളനത്തെ മനോഹരമാക്കി. ഇത് യൂറോപ്പും UK-യുടെയും സീറോ മലങ്കര സഭയ്ക്ക് ഇതൊരു വലിയൊരു ഹിസ്റ്റോറിക് മൂമെൻ്റ് ആയിട്ടാണ് ഞാൻ കരുതുന്നത്. അതിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരം കിട്ടിയത് എനിക്ക് അതൊരു പേഴ്സണലി ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. എസ്പെഷ്യലി സെൻറ്റ് പീറ്റേഴ്സ് ദേവാലയത്തിൽ വെച്ച് നമുക്ക് കുർബാന അർപ്പിക്കാനുള്ള ഒരു അവസരം കിട്ടി. അത് എനിക്ക് തോന്നുന്നു ജീവിതത്തിൽ അതൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അതിന് ഞാൻ ദൈവത്തിനോട് നന്ദി പറയുന്നു. അതുപോലെ പീപ്പിൾ ഓഡിയൻസ് കിട്ടുന്ന ഒരു അവസരം അതും വലിയൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പം അതിലൊക്കെ പങ്കെടുക്കാൻ ആസ് എ യൂത്ത് ഇറ്റ് ബിൽഡ്സ് ദ കോൺഫിഡൻസ് ദാറ്റ് ദ ചർച്ച് ഇസ് ദെയർ ഫോർ യു and takes care of you, and being part of the universal church gives me goosebumps, to be honest. So it's an honor and privilege to be here.